നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. അതും ബീജിങ്ങിൽ. കേട്ടാൽ ഒരു വിശ്വസിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. കാരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഷീ ജിൻപിങ് മരിച്ചുപോയി എന്നതടക്കമുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഷീക്ക് അധികാരം നഷ്ടപ്പെടുന്നു, പുതിയ ആൾ അധികാരത്തിലേക്ക് വരുന്നു, 12 വർഷക്കാലം നീണ്ടുനിന്ന ഷീയുടെ യുഗത്തിന് അന്ത്യമായി. ഈ വാർത്തകൾക്കെല്ലാം തന്നെ വിരാമമിട്ടുകൊണ്ടാണ് ഷീ ഇപ്പോൾ രംഗത്ത് വന്നത്. സാധാരണ പ്രോട്ടോകോൾ അനുസരിച്ച് ഒരു വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ചൈനീസ് വിദേശകാര്യമന്ത്രിയായ വാങ് യുവുമായി കൂടിക്കാഴ്ച നടത്തിയാൽ മതി. പക്ഷേ ഇവിടെ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ഷെങ്ങുമായിട്ട് ആദ്യം കൂടിക്കാഴ്ച നടത്തുന്നു. എന്നിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുന്നു. ഇതിന് ശേഷമാണ് ഷീ ജിൻപിങ് നേരിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ചൈനയ്ക്ക് ഈ ജയശങ്കറിൻ്റെ അത്ര ഇഷ്ടമൊന്നുമല്ല. ഇപ്പോൾ 2020 ഇന്ത്യയും ചൈനയും തമ്മിലൊരു സംഘർഷമുണ്ടായി, അതായത് ഗാൽവൻ താഴ്വരയിൽ. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് വിദേശകാര്യമന്ത്രി അവിടേക്ക് എത്തി ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പം ഷീ ജിൻപിങ്ങിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറോട് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകേണ്ടത് ചൈനയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ടിബറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അവർ അണക്കെട്ട് നിർമ്മിക്കുന്ന കാര്യങ്ങളുമായിട്ടുള്ള പ്രശ്നം, അമേരിക്കയുമായിട്ടുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട തീരുവ പ്രശ്നം, ഇതെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് തർക്കത്തിലേക്കോ സംഘർഷത്തിലേക്കോ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രോട്ടോകോൾ പോലും ലംഘിച്ചുകൊണ്ട് ഷീ ജിൻപിങ് വിദേശകാര്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞപ്പോൾ തന്നെ ചൈനയിലേക്ക് ക്ഷണിച്ചിരുന്നതാണ്. എന്നാൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. കാരണം പാകിസ്ഥാനുമായിട്ടുണ്ടായ സംഘർഷത്തിൽ പാകിസ്ഥാനെ ചൈന സഹായിച്ചതിൻ്റെ പേരിൽ നമ്മൾ നല്ല ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ വെച്ച് സംയുക്ത പ്രസ്താവന ഇറക്കാതെ നമ്മുടെ രാജ്നാഥ് സിംഗ് പ്രതിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ചൈന പ്രതിരോധത്തിലായി. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ 2024 കസാക്കിൽ വെച്ച് മോദിയും ഷീ ജിൻപിങ്ങും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷാവസ്ഥ ആയെന്നും പരസ്പരം സഹകരിച്ച് മുന്നേറാൻ തീരുമാനിച്ചു എന്നുമൊക്കെ പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ ഈ ചൈനയുടെ മുഖപത്രമുണ്ട്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്ലോബൽ ടൈംസ് എന്നാണ്. അതിൽ എഴുതിയിരുന്നത് ജയശങ്കറാണ് ചൈനയുടെയും ഇന്ത്യയുടെയും ഇടയിലുള്ള പ്രധാന പ്രശ്നമെന്നും. ഇങ്ങനെ ഒരു ലേഖനം വരികയും വിവാദമായി തുടങ്ങിയതോടെ പെട്ടെന്ന് ആ ലേഖനം അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും ചൈനയുടെ അനാവശ്യമായ ഇടപെടലുകളെയൊക്കെ തുറന്നു കാട്ടി വിമർശിക്കുകയും ചെയ്യുന്ന ആളാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ. അതുകൊണ്ടാണ് ഷീ ജിൻപിങ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറായതെന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, ഈ ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. മാത്രമല്ല ലോകത്തുള്ള രാജ്യങ്ങൾക്കെല്ലാം അതേ നിലപാടാണ്. ഈ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ യുദ്ധം ഉണ്ടായ കാലം എടുത്തു നോക്കുക, 1962. അന്ന് യുദ്ധം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പും ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധമാണ്. 65 ഇതുപോലെയായിരുന്നു. യുദ്ധത്തിന് മുമ്പും നല്ല ബന്ധമായിരുന്നു. 2020 ഈ ഗാൽവാനിലുണ്ടാകുന്ന സംഘർഷങ്ങൾ, അതിന് തൊട്ട് മുമ്പ് അതായത് 2019 ഇന്ത്യയിലേക്ക് ഷീ ജിൻപിങ് വരുന്നത്. എന്നിട്ട് മോദിയുമായിട്ട് മഹാബലിപുരത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുമിച്ച് നടന്ന് അങ്ങനെ ഒരുപാട് ചിത്രങ്ങളൊക്കെ പുറത്തു വന്നാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവരുടെ നയമാറ്റം ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യ സൈനികപരമായി എത്രത്തോളം കരുത്തുള്ള രാജ്യമാണെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുത്തു. ചൈനയുടെ ആയുധങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തു. അങ്ങനെ ഒരു രാജ്യം ഇന്ത്യ, അതായത് ഏഷ്യയിലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങളെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ വൻ സമ്പദ് ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ പോകുന്നതല്ല, രമ്യതയിൽ പോകുന്നതാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ചൈനയ്ക്ക് വേറെ ചില ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ചൈന എപ്പോൾ വേണമെങ്കിലും തൈവാനെ ആക്രമിക്കാം. കാരണം തൈവാൻ പിടിച്ചെടുക്കുക അവരുടെ ഒരു ലക്ഷ്യമാണ്. പക്ഷേ തൈവാന് സംരക്ഷണം കൊടുക്കുന്നത് അമേരിക്കയാണ്. മാത്രമല്ല ജപ്പാനും അവർക്ക് പിന്തുണ നൽകുന്നുണ്ട്. അപ്പോൾ ജപ്പാനും അമേരിക്കയും തൈവാൻ ആയുധം നൽകുന്നു. നമ്മൾ ഫിലിപ്പൈൻസിന് ആയുധം നൽകുന്നുണ്ട്. ഈ ഫിലിപ്പൈൻസ് തൈവാന് സഹായവും ആയുധവും നൽകുന്നുണ്ട്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം സഹകരിക്കുന്നു. അപ്പോൾ ജപ്പാൻ പറയുന്നു നാറ്റോ മോഡൽ നമുക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ ഒരു സഖ്യം ഉണ്ടാക്കണം. പക്ഷേ ഇന്ത്യ അതിനോട് സഹകരിച്ചില്ല. കാരണം ജപ്പാൻ അതിൻ്റെ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചൈന തൈവാനെ ആക്രമിക്കുക എന്നത് വർഷങ്ങളായിട്ടുള്ള അവരുടെ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ചെയ്താൽ അമേരിക്ക അതിനെതിരെ നിൽക്കും. കാരണം അമേരിക്കയ്ക്ക് ചൈനയിലേക്കുള്ള പിടിവള്ളി എന്ന് പറയുന്നത് തൈവാനാണ്. ഇവിടെ തൈവാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അടുത്ത ആക്രമണ ലക്ഷ്യം ജപ്പാനാണ്.
അപ്പോൾ ജപ്പാനിലെ ചില ദ്വീപുകൾ, ജപ്പാനിലെ ചില പ്രദേശങ്ങൾ ഇത് സംബന്ധിച്ച് ചൈനയുമായിട്ട് ചില അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരമൊരു പ്രശ്നമുണ്ടായാൽ ഇന്ത്യ അവർക്കൊപ്പം നിൽക്കുമോ എന്നൊരു സംശയം ചൈനയ്ക്കുണ്ട്. മാത്രമല്ല, പഹൽഗാം സമയത്ത് ചൈന നേരിട്ട് ഇടപെട്ടില്ലെങ്കിലും ആയുധങ്ങളും സമ്പത്തും ഒക്കെ നൽകി. അതിന് സമാനമായിട്ട് അമേരിക്ക തൈവാനെ പിന്തുണയ്ക്കുന്നു, ജപ്പാൻ പിന്തുണയ്ക്കുന്നു, ഫിലിപ്പൈൻസ് പിന്തുണയ്ക്കുന്നു, ഒപ്പം ഇന്ത്യ കൂടി പിന്തുണയ്ക്കുമോ? അങ്ങനെയുള്ളൊരു സാഹചര്യം ഒഴിവാക്കണം. ഇതും ചൈനയുടെ ലക്ഷ്യമാണ്. ഇതിനിടയ്ക്ക് ടിബറ്റിൽ ഒരു പ്രശ്നം വന്നു ദലൈലാമയുമായി ബന്ധപ്പെട്ട്. അതായത് പുതിയ ദലൈലാമയെ പ്രഖ്യാപിക്കണം. അപ്പോൾ ചൈന പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി ഒരു ദലൈലാമ ഉണ്ടാകുമെന്ന്. ചൈനയ്ക്ക് ഈ ടിബറ്റിനെ കീഴ്പ്പെടുത്താൻ ആഗ്രഹമാകും. അപ്പോൾ ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ വന്നേച്ച് പറയുന്നു, ഇനി ഒരു ദലൈലാമ ഉണ്ടാവുകയാണെങ്കിൽ അത് ചൈനയിൽ നിന്നുണ്ടാകണം. ചൈനയാണ് ടിബറ്റിൻ്റെ ഭാഗമാണ്, അതായത് ടിബറ്റിനെ മാറ്റി നിർത്താൻ ശ്രമിച്ചത് ദലൈലാമയാണ്, അയാൾ സംഘർഷത്തിന് ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി പോസ്റ്റുകൾ ഇട്ടു. ഇതിനിടയിൽ അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി വന്നേച്ച് പറയുന്നു, ഇന്ത്യക്ക് അതിർത്തി ഉള്ളത് ചൈനയുമായിട്ടല്ല ടിബറ്റുമായിട്ടാണ്. അപ്പോൾ പുതിയൊരു നീക്കം അവിടെ വെക്കുന്നു. ഏതാണ്ട് 1200 കിലോമീറ്ററാണ് ഇന്ത്യയും ടിബറ്റും തമ്മിൽ ബോർഡർ ഉള്ളത്. അപ്പോൾ ചൈനയെ അവിടെ പരിഗണിക്കുന്നേ ഇല്ല. ഇതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട്. കാരണം ഈ യാർലൂസോങ് നദി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബ്രഹ്മപുത്ര നദി, ഈ ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അണക്കെട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്കിതൊരു വാട്ടർ ബോംബായിട്ട് പോലും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിൽ കാണുന്നുണ്ട്. അപ്പം 1950 ആദ്യമായിട്ട് ടിബറ്റിനെ ആക്രമിച്ച് അവർ കീഴ്പ്പെടുത്തുന്നു. 1 വർഷത്തോളം ആക്രമണം നടത്തിയിട്ടാണ് പിടിച്ചെടുത്തത്. അങ്ങനെ ടിബറ്റിൻ്റെ പിടിച്ചെടുത്തോടുകൂടിയാണ് ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിനും തുടക്കമാകുന്നത്. ഇവിടെ ഷീ ജിൻപിങ് തിരിച്ചു വന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം. ഒപ്പം ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടുത്തണം. കാരണം നരേന്ദ്രമോദിയെ വീണ്ടും അവർ ചൈനയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ റഷ്യയ്ക്ക് നേരെ അമേരിക്ക ഈ പറയുന്ന താരിഫ് യുദ്ധം സൃഷ്ടിക്കും. കാരണം 50 ദിവസത്തിനുള്ളിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ നിർത്തിയില്ലെങ്കിൽ അവരുടെ താരിഫ് വർദ്ധിപ്പിക്കും. അതിൻ്റെ തുടർ ഫലങ്ങൾ ഉണ്ടാകുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കുമാണ്. അങ്ങനെ വന്നാൽ നമ്മൾ 2 രാജ്യങ്ങളും ഒന്നിച്ച് നിർത്തണം. ഇതാണ് ഷീ ജിൻപിങ് മുന്നോട്ട് വെച്ച നിലപാട്. നമ്മളും അതിനോട് യോജിക്കുന്നുണ്ട്. കാരണം മോദിയുടെ കാലം മുതൽ, അല്ലെങ്കിൽ ഷീ ജിൻപിങ്ങിൻ്റെ കാലം മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല റിലേഷനാണ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ഇനി യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പോ സംഘർഷത്തിനോ അല്ലെങ്കിൽ പരസ്പരം ഒരു ലഹളയ്ക്കോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ഡെപ്സാങ്, ഡെംചോക്ക് തുടങ്ങിയ മേഖലയിൽ നിന്ന് ചൈന ആർമി അതുകൊണ്ട് പിൻവാങ്ങി. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മോദി അവിടേക്കൊരു സന്ദർശനം നടത്തണം. അങ്ങനെ സന്ദർശനം നടത്തുകയാണെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട കരാറുകൾ ഇന്ത്യയുമായിട്ട് ഒപ്പിടാൻ ചൈന തയ്യാറാണ്. ഇതാണ് ഷീ ജിൻപിങ്ങിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഷീ ജിൻപിങ് പ്രോട്ടോക്കോളിനപ്പുറത്തേക്ക് വന്നുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അവരുടെ വിദേശകാര്യമന്ത്രി വാങ് യി കൂടിക്കാഴ്ച നടത്തി. വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഹാൻ ഷെങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയെ എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാം, എങ്ങനെയൊക്കെ അനുനയിപ്പിക്കാം, അതിനുള്ള നീക്കങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ മോദിയെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് ഇപ്പോഴും ചൈനയ്ക്കറിയില്ല. കാരണം ഇന്ന് വരെ ചൈന കണ്ട പ്രധാനമന്ത്രിമാരുടെ നിലവാരത്തിലല്ല മോദി. വളരെ തന്ത്രപരമായി കരുക്കൾ നീക്കുകയും ആവശ്യമുള്ള സമയത്ത് അറ്റാക്കിംഗ് മോഡിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയെ കയ്യിലെടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ എന്ന് കരുതുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്തണം. അതുകൊണ്ടാണ് ഇന്ത്യ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഞങ്ങൾ അംഗീകരിക്കാം. നമ്മൾ ഇരു രാജ്യങ്ങളും അയൽ രാജ്യങ്ങളാണ്. ശത്രുക്കളെ പോലെ ഇടപെടരുത്. മറ്റു രാജ്യങ്ങൾക്കെതിരായിട്ട് സമ്പദ് വ്യവസ്ഥയിൽ വലിയ വളർച്ച വേണം. പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെയാണ് ഷീ ജിൻപിങ് മരിച്ചിട്ടില്ല എന്ന് പോലും ലോകത്തോട് ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ഈ സന്ദർശനങ്ങൾ, ഈ അനുനയ നീക്കങ്ങളൊക്കെ ഫലം കണ്ടു എന്ന സൂചനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകാം, വമ്പൻ കരാറുകളിൽ ഏർപ്പെടാം, കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.